ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ അനുമോളും നെവിനും കുറേ ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചകടയാണ്. ഈ ആഴ്ച മൊത്തം നെവിൻ അനുമോളെയാണ് ടാർഗറ്റ് ചെയ്തത്. അതിൻ്റെ അവസാന ദിവസമായിരിക്കും, അല്ലെങ്കിൽ അവസാനത്തെ ഫൈറ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അനുമോളെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്നു, തിരിച്ച് അനു അമ്മുമ്മേനെയും അപ്പുപ്പനെയും വിളിക്കുന്നു. കറക്റ്റ്, ഇതാണ് നമ്മൾ ടെലികാസ്റ്റിൽ കണ്ടത്. പക്ഷേ ഇതല്ല, ഇതിനു മുമ്പ് കുറച്ച് വിഷയങ്ങൾ ലൈവിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സംഭവം ഇതാണ്. നെവിൻ എല്ലാവരുടെയും, അതായത് ഹൗസിലുള്ള എല്ലാവരും അവിടെ ഉണ്ട്. നെവിൻ ഇവരുടെയൊക്കെ എല്ലാവരുടെയും പറയുന്നത് അനുവിനെ ഏഷ്യനെറ്റ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനു 100 ദിവസം ഇവിടെ നിർത്തും. അനുവിനെ 100 ദിവസം ഇവിടെ നിർത്തിയിട്ട് നെഗറ്റീവായി ചിത്രീകരിച്ച് വെളിയിലേക്ക് വിടും. എന്നിട്ട് 100 ഡേയ്സ് ഇവിടെ നിൽക്കും. ഒരു ദിവസത്തിന് അനുവിന് കൊടുക്കുന്ന പേയ്മെൻ്റ് എന്ന് പറയുന്നത് 55,000 രൂപയാണ് അനുവിന് ഏഷ്യനെറ്റും എൻഡമോൾ ഷൈനും കൂടി ചേർന്ന്, അതായത് ബിഗ് ബോസ് ടീം കൊടുക്കുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുത്ത്, അല്ലെങ്കിൽ 1 കോടി രൂപയ്ക്ക് മുകളിൽ അനുവിന് പേയ്മെന്റ് കിട്ടും എന്ന് നെവിൻ വലിയൊരു ബോംബാണ് പൊട്ടിച്ചേക്കുന്നത്. പക്ഷേ ഇത് ടെലികാസ്റ്റിൽ കാണിച്ചിട്ടില്ല. എനിക്കറിയത്തില്ല ഇനി BB പ്ലസിൽ കാണിച്ചോ എന്ന് എനിക്കറിയത്തില്ല. സോ ഇതിലാണ് ഈ പ്രശ്നം തുടങ്ങുകയും അനു അതിനെ ശക്തമായി എതിർക്കുകയും, ഇങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു പേയ്മെൻറ്റും. അതുകൂടാതെ പറയുന്നുണ്ട് ജിസൈലിനേക്കാളും കൂടുതൽ പേയ്മെൻറ്റ് എനിക്കാണ് കിട്ടുന്നത്, ഇവിടെ നിൽക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ പേയ്മെൻ്റ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് എനിക്ക് കിട്ടുന്ന ഈ ഒരു സംഭവം ടെലികാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എമൗണ്ടിൻ്റെ കാര്യവും ബാക്കി ഏഷ്യനെറ്റ് സപ്പോർട്ട് ചെയ്യുന്ന എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും പറഞ്ഞത് ഇതിൽ ഏഷ്യനെറ്റിൻ്റെ പ്രോഗ്രാമിൽ വന്നപ്പോഴത്തേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇതാണ് ബേസിക്കലി നടന്നത്. ഇതിനെ തുടർന്നാണ് പിന്നീട് അങ്ങോട്ട് ബഹളം ഉണ്ടാവുന്നതും ഇവർ തമ്മിൽ അടി ഉണ്ടാവുന്നതും. വിഷയം മാറി നേരെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ തന്നെ ഇനി വിളിക്കാൻ പാടില്ലെന്നും, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ വീട്ടിലിരിക്കുന്ന അമ്മുമ്മയും അപ്പൂപ്പനെ ഞാൻ പറയും. അപ്പം നെവിൻ അവിടെ മുതൽ വീണ്ടും തുടങ്ങിയാണ് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്നു, തിരിച്ച് അമ്മുമ്മേനെ അപ്പൂപ്പനെ ഒക്കെ വിളിക്കുന്നു. സത്യം പറഞ്ഞാൽ വടി കൊടുത്ത് അടി വാങ്ങിക്കാന്ന് പറയത്തില്ലേ, അതായത് ചെയ്യരുത് എന്ന് പറയുന്ന പ്രവൃത്തിയെ വീണ്ടും ചെയ്യിപ്പിച്ച് നേടിയെടുക്കുന്നതാണ്. അല്ലാതെ ചുമ്മാ പോയപ്പോഴത്തേക്ക് ഒരു ദേഷ്യത്തിൽ മേലുണ്ടാകുന്ന ഒരു റിയാക്ഷൻ ആയിട്ടല്ലായിരുന്നു. ചെയ്യരുതെന്ന് കൃത്യമായി പറഞ്ഞ ഒരു പരിപാടിയെ ചെയ്ത് തന്നെ കാണിച്ച് വാങ്ങിയെടുത്താണ്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ അനു വിളിച്ചതിൽ എനിക്ക് ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കൃത്യമായിട്ട് വീട്ടിൽ അമ്മുമ്മയും അപ്പൂപ്പയും പറയുമെന്ന് അനു എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അത് ചോദിച്ചു വാങ്ങി നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിക്കാനാണ് എൻറ്റയർ ഹൗസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആരെ? നെവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അക്ബറൊക്കെ ഉടനെ ചാടി ഇറങ്ങി അത് തെറ്റാണ്, ആദിലയൊക്കെ ചാടി ഇറങ്ങി. കാരണം ഇത് ചിലപ്പോൾ ലാലേട്ടൻ വന്ന് ചോദിച്ചാലും എന്തിനാ ആദിലയൊക്കെ അനുവിനെ സപ്പോർട്ട് ചെയ്തെന്നുള്ളത് വരാൻ പാടില്ലല്ലോ. അത് വരുത്തി തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പേഴ്സണലി വിളിച്ചിട്ട് ആദിലയും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നിയത്. ഇതാണ് ബേസിക്കലി നടന്നത്. പക്ഷേ ഇത് ലാലേട്ടൻ വന്നിട്ട് അടുത്ത വീക്കെൻഡിൽ ചോദിക്കും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം ഈ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. പക്ഷേ ഇതൊരു വലിയൊരു വിഷയമാണ്. കാരണം ഒരു കാരണവശാലും പേയ്മെൻറ്റ് കാര്യങ്ങളോ അങ്ങനെയുള്ള പരിപാടികളോ ഒന്നും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പാടില്ല. അത് അവരുടെ ടേംസിലുള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം, വീക്കെൻഡിൽ വരുമ്പോഴത്തേക്ക് നോക്കാം. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഷാനവാസും അനീഷും രാവിലെ വീട് തുടങ്ങുമ്പോൾ തന്നെ ഒട്ടക്കിലാണ് തുടങ്ങുന്നത്. അനീഷ് പറയുന്നു, നിന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നീ എന്താണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വെറും സാഹചര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് ചെയ്യുന്ന ഒരു സ്വാർത്ഥനാണ് നീ എന്നൊക്കെയാണ് അനീഷ് ഷാനവാസിനെ പറയുന്നത്. ഒരുപക്ഷെ അനീഷും ഷാനവാസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ലൈക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടാണ്. അത് ഏഷ്യനെറ്റിന് കണ്ടന്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ ഓരോ ആഴ്ചയും വന്ന് ഇരുത്തി പഠിപ്പിച്ച് അനീഷിൻ്റെ മനസ്സ് മാറ്റി ഇൻജെക്ട് ചെയ്തൊരു ഫ്രണ്ട്ഷിപ്പാണ്. അല്ലാതെ ഒരു റിയൽ ഒരു നല്ല ബോണ്ടായിട്ട് നമ്മൾ വരത്തില്ലേ, ആ തരത്തിലുള്ള ഉണ്ടാകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പേ അല്ലായിരുന്നു. ഇത് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ലെന്നും 100% അറിയായിരുന്നു. ആൻഡ് ഷാനവാസിന് അങ്ങനെ ഒരു ഇതുമില്ല. ഷാനവാസ് സ്വന്തം ഗെയിം നോക്കി കളിക്കുന്നതാണ്. പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ട് അനീഷ് ഇത്രയും കുറ്റം പറഞ്ഞിട്ട് ബോൾ പിടിക്കുന്ന ടാസ്ക് വന്നപ്പോഴത്തേക്ക് ഷാനവാസിന്റെ കയ്യിൽ കറുത്ത ബോൾ കിട്ടുകയും ആ ടാസ്ക് റദ്ദാക്കാനുള്ള അവസരം ഷാനവാസിന്റെ കയ്യിൽ വന്നപ്പം അനീഷ് ഉടനെ പോയി പറയുന്നുണ്ട് റദ്ദാക്കരുത് എന്ന് പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്ന, ഞാൻ സുഹൃത്താണെന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും പറയാതെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, ഞാൻ ഒറ്റയ്ക്ക് കളിക്കാനാണ്. പക്ഷെ അത് അനീഷ് ചെയ്ത് തെറ്റാണ്. കാരണം ഇത്രയും ശക്തിയുക്തമായി രാവിലെ എതിർത്ത ആളാണ്. ഷാനവാസിന്റെ ഒരു തരത്തിലുള്ള ഇതും വേണ്ട എന്ന് കൃത്യമായി പറഞ്ഞിട്ട് ടാസ്ക് വന്ന സമയത്ത് അനീഷ് അത് പറഞ്ഞത് ശരിയായില്ല എന്ന് തോന്നി. പക്ഷെ എന്തൊക്കെയായാലും മികച്ച രീതിയിൽ ഏറ്റവും നന്നായിട്ട് അവിടെ ടാസ്ക് അനീഷ് നന്നായിട്ട് കളിച്ചു. അതോടൊപ്പം തന്നെ ആര്യനും അക്ബറിനെയും എടുത്ത് പറയാതിരിക്കാൻ പറ്റിയ 3 പേരും നല്ല ബ്രില്യൻ്റ് ആയിട്ടാണ് ടാസ്ക് കളിച്ചത്. ഇനി വരും ദിവസങ്ങളിലും ടാസ്ക് തുടരുന്നതായിരിക്കും. മിക്കവാറും നാളെ ഈ ടാസ്ക് ആയിരിക്കത്തില്ല, നാളെ വേറെ ടാസ്ക് ആയിരിക്കും കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ 3 ദിവസത്തെയും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്ന ആൾക്കാർക്ക് അടുത്ത ഇത് വരുമ്പോഴത്തേക്ക്, അതായത് ഗ്രാൻഡ് ഫിനാലേക്കുള്ള ടിക്കറ്റ് ഫിനാലെ കിട്ടുമല്ലോ, അതിലൊരു പ്രത്യേക പവർ കിട്ടും, അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടുമെന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതെന്തായാലും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത്.
സോ ഇതൊക്കെയാണ് ബേസിക്കലി നടന്നത് ഈ ഇന്നത്തെ ദിവസം. ഇതാണ് എടുത്തു പറയേണ്ടത്. പിന്നെ നമ്മുടെ മറ്റേ ജ്യൂസ് കുടിക്കുന്ന ടാസ്ക് കൂടെ പറയാതെ പോകണം ശരിയല്ല. ഇത്രയും ഇതിൻ്റെ ഇടയിൽ നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയത് അതായിരുന്നു സംഭവം. ജ്യൂസ് കുടിക്കുമ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ ജ്യൂസ് കുടിച്ചിട്ട് വരുന്നവരെക്കാൾ കൂടുതൽ നന്നായിട്ട് കളിക്കേണ്ടത് വീട്ടിനകത്ത് നിൽക്കുന്ന വീട്ടുകാരാണ് അല്ലേ. കാരണം അവർ കറക്റ്റായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ത് ക്യാരക്ടറാണ് അവർക്ക് കിട്ടിയേക്കുന്നത് എന്നുള്ളത്. അതിൽ എനിക്ക് തോന്നിയത് ഏറ്റവും പാടുള്ളത് നമ്മുടെ നെവിൻ്റെ ആയിരുന്നു. നെവിൻ നന്നായിട്ട് അത് കളിക്കുകയും ചെയ്തു, നെവിനെ നന്നായിട്ട് അത് കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷേ അനുവിന് കിട്ടിയ, അതായത് ആശയവിനിമയം നടത്താതെ സംസാരിക്കണം എന്ന് പറഞ്ഞില്ലേ, അതിൽ വീട്ടുകാർ അത്ര പെർഫെക്ഷനിലോട് കൂടി ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അനുവിന് ഒരു ക്ലൂവും കിട്ടിയിട്ടില്ലായിരുന്നു. അനീഷിന് ഭയങ്കര ഈസി ആയിട്ടായിരുന്നു, സൂപ്പർ സ്റ്റാർ എന്നുള്ള ഇതായിരുന്നല്ലോ. അത് അവർക്കും കാണിക്കാൻ എളുപ്പമാണ്, അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റുമായിരുന്നു. ഏറ്റവും ടഫായിട്ട് തോന്നിയത് നെവിൻ്റെ ആയിരുന്നു. ബിസിനസ്സുകാരനായിട്ട് ബിഗ് ബോസ് വീട് വാങ്ങിക്കാൻ വരുന്ന കർഷകക്കാരനായുള്ള ഭയങ്കര അവർക്ക് ഇഷ്ടപ്പെടാത്ത ടൈപ്പ് ഓഫ് ആളായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ. അത് നന്നായിട്ട് വീട്ടുകാരൻ നന്നായിട്ട് കൺവേ ചെയ്തു, അതോടൊപ്പം തന്നെ നെവിനും നന്നായിട്ട് കളിച്ചു. സോ എന്തായാലും ഇനിയുള്ള വീക്കെൻഡ് ടാസ്ക് എന്തൊക്കെയാണെന്നുള്ളത്, അല്ല വീക്ക് ഡേയ്സിൽ നടക്കുന്ന ടാസ്ക് എന്തൊക്കെയാണെന്നുള്ളത് നാളെ നമുക്ക് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ബൈ.